ആണ്. കാരണം അദ്ദേഹത്തിന് അത്രയും ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. എന്റെ സ്ഥാപനം ഒരു നാള് എന്റെ അനന്തരന്മാരെ അത് കേരളത്തിലെ ഒരു വലിയ സ്ഥാപനമാക്കി മാറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു പേരിടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം പേര് തുടങ്ങി, അദ്ദേഹം ആ സ്ഥാപനം ചെറിയ രീതിയിൽ തുടങ്ങി. വളരെ വേഗത്തിലോ അല്ലെങ്കിൽ മറ്റു ആളുകൾ പറയുന്ന പോലെ ഒരു ആഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ വളർന്നില്ല. വളരെ സാവധാനം കണ്ടശാങ്കടവ് എന്ന പ്രദേശത്ത് ചിട്ടി ബിസിനസ് ആരംഭിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ ബിജുവിന്റെ ഫാദറുമായിട്ടുള്ള ജോസേട്ടൻ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. 2005 ഇന്നത്തെ MD വർഗീസ് ടി ജോസ്, ബിജു എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന വർഗീസ് ടി ജോസ് അതിന്റെ സാരഥ്യം ഏറ്റെടുത്തു. മാനേജിംഗ് ഡയറക്ടറായി സ്ഥാപനം ഏറ്റെടുത്തു. തന്റെ പിൻതലമുറക്കാരെ അല്ലെങ്കിൽ നൽകിയ ഊർജം പകർന്നുകൊണ്ട് സ്ഥാപനത്തിന്റെ വളർച്ച വേഗത്തിലാക്കി. ഏറ്റവും വലിയൊരു കാര്യം, കേരളത്തിലത്തെ തന്നെ റെക്കോർഡാണ് അല്ലെങ്കിൽ ഒരു അത്ഭുതമാണ്. 222 ഡിവിഷൻ, കുറിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. 222 ഡിവിഷനുള്ള സുഹൃതം ചിട്ടി അദ്ദേഹം ആരംഭിച്ചു. അതൊരു റെക്കോർഡാണ്. 222 ഡിവിഷനോട് കൂടിയിട്ടുള്ള വലിയ